നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖിന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യ ആക്രമിക്കാൻ ലഷ്കർ സ്ഥാപകൻ ഹാഫിസ് സയ്യിദ് തയ്യാറെടുക്കുന്നുവെന്ന് രഹസ്യാന്വേഷണ വിവരം. പാകിസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഭീകരർ ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കെതിരായ അക്രമങ്ങൾക്ക് പദ്ധതിയൊരുക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. ബംഗ്ലാദേശിനെ ഒരു പുതിയ ലോഞ്ച് പാഡായി വളർത്തിയെടുക്കുന്നുവെന്നാണ് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒക്ടോബർ 30 പുറത്തുവന്ന ഒരു വീഡിയോയിൽ ഇത് സംബന്ധിച്ച പരാമർശവും ഉണ്ടായിരുന്നു. ഹാഫിസ് സയ്യിദ് വെറുതെ ഇരിക്കുകയല്ല, ബംഗ്ലാദേശ് വഴി ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നായിരുന്നു ആ വീഡിയോയിൽ ലഷ്കറിന്റെ കമാൻഡർ സെയ്ഫുല്ല സെയ്ഫിന്റെ പ്രസ്താവന. കിഴക്കൻ പാകിസ്ഥാനിൽ ലഷ്കറിന്റെ പ്രവർത്തകർ സജ്ജരാണ്, ഇന്ത്യക്ക് മറുപടി കൊടുക്കാൻ തയ്യാറെടുക്കുന്നുവെന്നും വീഡിയോയിൽ പറയുന്നു. യുവാക്കളെ സംഘടിപ്പിക്കാൻ സയ്യിദ് തന്റെ അടുത്ത അനുയായിയാണ് ബംഗ്ലാദേശിലേക്ക് വിട്ടിരിക്കുന്നതെന്നും ഭീകര പരിശീലനം നൽകുന്നുണ്ടെന്നും തുടർന്ന് ഇയാൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരായ യുദ്ധത്തിന് രംഗത്തിറങ്ങാൻ സെയ്ഫ് ആഹ്വാനം ചെയ്യുന്നതും വീഡിയോയിലുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അതീവ ജാഗ്രതയിൽ പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണത്തിനോ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുകളെ തുടർന്ന് രാജ്യത്തെ എല്ലാ വ്യോമതാവളങ്ങളിലും എയർഫീൽഡുകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കരസേന, നാവികസേന, വ്യോമസേന ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ സായുധ സേനയും അതീവ ജാഗ്രതയിലാണ്. സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഏത് സാഹചര്യങ്ങളെ നേരിടാനും തയ്യാറെടുക്കുവാനും സെൻട്രൽ കമാൻഡ് എല്ലാ സൈനിക വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകി. മാലി സൈന്യത്തെ സഹായിച്ചെന്നാരോപിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കലാപകാരികൾ പരസ്യമായി വധിച്ചു. ഇക്കാര്യം യുവതിയുടെ കുടുംബവും പ്രാദേശിക ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു. വടക്കൻ ടിംബക്ട മേഖലയിലെ ടോങ്ക സ്വദേശിയായ മറിയം സിസെ എന്ന ടിക്ടോക്കറാണ് കൊല്ലപ്പെട്ടത്. സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരന്തരം മറിയം സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചിരുന്നു. അയൽപട്ടണത്തിലെ മാർക്കറ്റിൽ നിന്നും തത്സമയ സ്ട്രീമിംഗ് നടത്തുന്നതിനിടയിലാണ് കലാപകാരികൾ മറിയത്തെ തട്ടിക്കൊണ്ടുപോയത്. അടുത്ത ദിവസം മോട്ടോർ ബൈക്കിൽ മറിയത്തെ ടോങ്കോയിലേക്ക് കൊണ്ടുവരികയും ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ വെച്ച് പരസ്യമായി വെടിവെച്ച് കൊല്ലുകയുമായിരുന്നു. ഈ സമയത്ത് മറിയത്തിന്റെ സഹോദരനും ജനക്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുമായി യുക്തിപൂർവമായ ഇടപാടിന് ഒരുങ്ങുകയാണെന്നും തീരുവ കുറയ്ക്കാൻ പദ്ധതിയുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം മൂലമാണ് ഇന്ത്യ ഇത്രയും ഉയർന്ന തീരുവകൾ നേരിടുന്നതെന്നും ട്രംപ് പറഞ്ഞു. കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയതായും ട്രംപ് വീണ്ടും അവകാശപ്പെട്ടു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റിൽ ഇന്ത്യൻ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് US പ്രസിഡന്റിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ വരുന്നത്. ഉക്രൈൻ അധിനിവേശവും യുദ്ധവും അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ പ്രേരിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായാണ് ഈ നടപടി വിലയിരുത്തപ്പെട്ടിരുന്നത്. അതിനുശേഷം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു. ആദ്യമായി ഈ അവകാശവാദം ഉന്നയിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ഉറപ്പു ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് ഇരു നേതാക്കളും തമ്മിൽ ഫോൺ സംഭാഷണം നടന്നുവെന്ന വാർത്ത ഇന്ത്യ നിഷേധിക്കുകയാണുണ്ടായത്. കഴിഞ്ഞ 2 ദിവസമായി തെക്കൻ ലബനനിൽ വ്യോമാക്രമണങ്ങൾ ശക്തമാക്കിയതായി IDF അറിയിച്ചു. തെക്കൻ ലബനനിൽ ഭീകര അടിസ്ഥാന സൗകര്യങ്ങളായി ഉപയോഗിച്ചിരുന്ന നിരവധി കെട്ടിടങ്ങൾ നശിപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. കഴിഞ്ഞ മാസം നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ ഈ കെട്ടിടങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നിരവധി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി നിർവീര്യമാക്കിയിരുന്നു. ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ആയുധശേഖരവും ഉപേക്ഷിച്ച വസ്തുക്കളും വ്യക്തമാണ്. അത്തരം സ്ഥലങ്ങൾ ഇസ്രായേൽ ലെബനൻ കരാറിന്റെ ലംഘനമാണെന്നും IDF ചൂണ്ടിക്കാട്ടി. ഗാസയ്ക്ക് സമീപം അന്താരാഷ്ട്ര സേനയ്ക്കായി ഒരു പ്രധാന താവളം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായി അമേരിക്ക അറിയിച്ചു. ഗാസ അതിർത്തിക്ക് സമീപം ഇസ്രായേലിൽ ഒരു വലിയ സൈനിക താവളം സ്ഥാപിക്കാനാണ് പദ്ധതി. അന്താരാഷ്ട്ര സേനകൾ വെടിനിർത്തൽ നിലനിർത്തുന്നതിനായി സ്ട്രിപ്പിനുള്ളിൽ പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ഏകദേശം $500 മില്യൺ ചെലവിൽ ആയിരക്കണക്കിന് സൈനികരെ ഈ സൗകര്യം ഉൾക്കൊള്ളുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുമായി സഞ്ചരിച്ച റോഹിംഗ്യൻ അഭയാർത്ഥി ബോട്ട് മലേഷ്യൻ റിസോർട്ട് ദ്വീപായ ലങ്കാവിക്ക് സമീപം മുങ്ങി. സംഭവത്തിൽ 21 പേർ മരിച്ചു. മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. അതേസമയം 3-ാം ദിവസവും തുടരുന്ന തിരച്ചിലിൽ 13 പേരെ മാത്രമാണ് ഇതുവരെ രക്ഷിക്കാനായത്. നിരവധി പേരെ ഇപ്പോഴും കാണാനില്ല. ബോട്ടിൽ 70ഓളം പേർ ഉണ്ടായിരുന്നതായാണ് മലേഷ്യൻ കോസ്റ്റ് ഗാർഡിന്റെ നിഗമനം. ബോട്ടിലെ യാത്രക്കാർ മിക്കവരും മ്യാൻമറിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളാണ്. മ്യാൻമറിലെ സൈനിക നടപടികളെയും ബംഗ്ലാദേശ്
ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ ദുരിത ജീവിതത്തെയും തുടർന്ന് സുരക്ഷിത താവളം തേടിയാണ് ഇവർ മലേഷ്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. രക്ഷപ്പെട്ട 13 പേരിൽ 11 പേർ റോഹിംഗ്യൻ വംശജരും 2 പേർ ബംഗ്ലാദേശികളുമാണ്. ഇതിനു പുറമെ 230ഓളം യാത്രക്കാരുമായി പുറപ്പെട്ട മറ്റൊരു ബോട്ടും കാണാതായിട്ടുണ്ട്. ഈ യാത്രയ്ക്കായി ഓരോ റോഹിംഗ്യൻ അഭയാർത്ഥികളും $3000 നൽകിയിരുന്നെന്നാണ് റിപ്പോർട്ട്. ഗാസ സമാധാന കരാറിന്റെ 2ാം ഘട്ട നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്ത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തുർക്കി വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാനും ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള തെക്കൻ ഗാസയിലെ റഫേൽ കുടുങ്ങിയ 200ഓളം ഹമാസ് ഭീകരർ ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം ഭീകര സംഘടന തള്ളിയതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഗാസയിലെ വെടിനിർത്തലും മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കുന്നതിനുള്ള അടുത്ത നടപടികളെക്കുറിച്ചുമാണ് ചർച്ച നടത്തിയത്. ഗാസ വെടിനിർത്തൽ കരാർ നിരീക്ഷിക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും തുർക്കിയുടെ പ്രധാന പങ്ക് വ്യക്തമാക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജെറേഡ് കുഷ്ണർ ഇസ്രായേലിലെത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യം ഭീകരർ തള്ളിയതാണ് നിലവിലെ പ്രതിസന്ധി. പ്രശ്നം തീർക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ ഇടപെടുകയും ചെയ്തു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ തുടർക്കഥയായി ക്രൈസ്തവ വേട്ട. തീവ്രവാദികൾ ക്രൈസ്തവരെ ലക്ഷ്യം വെക്കുകയും തിരഞ്ഞുപിടിച്ച് കൊല്ലുകയും ചെയ്യുന്ന ഭീതിത സ്ഥിതിയാണ് ബുർക്കിന ഫാസോയിൽ. ബുർക്കിന ഫാസോയിലെ വിവിധയിടങ്ങളിൽ ഒക്ടോബർ 6-ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭീകരർ നടത്തിയത് 2 കൂട്ടക്കൊലകൾ. മാലിയിൽ നിന്ന് പുറപ്പെട്ട 3 കൗമാരക്കാരെ തീവ്രവാദികൾ ബസ് തടഞ്ഞു നിർത്തി തിരഞ്ഞു കണ്ടുപിടിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ന്യൂനയിൽ നിന്ന് ഡെഡൌഗൌവിലേക്ക് പോവുകയായിരുന്ന വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർത്തു. 15 പേർ കൊല്ലപ്പെട്ടു. കൂടാതെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കുർബാനയ്ക്കിടെ ഒരു മതബോധന പണ്ഡിതനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി. ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയം പ്രചരിപ്പിക്കുക എന്നതാണ് തീവ്രവാദികളുടെ ലക്ഷ്യം. കഴിയുന്നത്ര വേഗത്തിൽ ക്രിസ്ത്യാനികളെ രാജ്യം വിട്ട് പലായനം ചെയ്യാൻ തീവ്രവാദികൾ പ്രേരിപ്പിക്കുന്നു. അൽഖ്വയ്ദയുമായും ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുമായും ബന്ധമുള്ള ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകൾ സഹേൽ മേഖല പിടിച്ചെടുത്ത 2015 മുതൽ ബുർക്കിന ഫാസോയിൽ തീവ്രവാദ ഭീഷണികൾ വർദ്ധിച്ചു വരികയാണ്. തീവ്രവാദികൾ ക്രൈസ്തവരെയും ദേവാലയങ്ങളെയും തുടർച്ചയായി ആക്രമിക്കുന്നു. ആഗോള ഭീകരത സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ രാജ്യമാണ് ബുർക്കിന ഫാസോ. ഓപ്പൺ ഡോർസ് വേൾഡ് വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ ഏറ്റവും ഭീഷണി നേരിടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 20ാം സ്ഥാനത്താണ് ബുർക്കിന ഫാസോ. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.